ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം ഭൂമിയുടെ പുതപ്പ് എന്നുള്ള പാഠഭാഗത്തിലെ 2ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് അന്തരീക്ഷം, അന്തരീക്ഷത്തിൻ്റെ സംരചനയെക്കുറിച്ചും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ വിവിധ വാതകങ്ങളെക്കുറിച്ചും ആ വാതകങ്ങൾ എത്രത്തോളമാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത്, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെയുള്ള പഠനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നടത്തിയത്. അതിൽ അന്തരീക്ഷം എന്ന് പറഞ്ഞ ഭൂമിയുടെ ആവരണമാണ്, ഒരു പുതപ്പ് പോലെ കാത്തു സംരക്ഷിക്കുന്നതാണ് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ജലാംശത്തെക്കുറിച്ചുമാണ്. ഈ 2 ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് അന്തരീക്ഷത്തിലെ ജലാംശത്തെക്കുറിച്ച് പഠിക്കാം. ഇനി പറയുന്നത് അന്തരീക്ഷത്തിലെ ജലാംശത്തെക്കുറിച്ചാണ്, അന്തരീക്ഷത്തിലെ വാട്ടറിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ് ജലാംശം അഥവാ ജലതന്മാത്രകൾ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ മാത്രമാണ് വാട്ടർ മോളിക്യൂൾസ് ധാരാളമായി അടങ്ങിയിട്ടുണ്ടായിരിക്കുക. ഈ ബാഷ്പീകരണം അഥവാ ഇവാപറേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് അന്തരീക്ഷത്തിലെ ജലം നീരാവിയായിക്കൊണ്ട് പിന്നെ ഭൂമിയിലെ ജലം നീരാവിയായിക്കൊണ്ട് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നതും അത് പിന്നീട് ക്ലൗഡ് ഫോർമേഷൻ അഥവാ മേഘങ്ങളുടെ രൂപീകരണത്തിനും അതുപോലെ തന്നെ മഴയ്ക്കും കാരണമാകുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അന്തരീക്ഷത്തിൽ എല്ലായിടത്തും എല്ലാ സമയത്തും ജലാംശത്തിന്റെ അളവ് ഒരുപോലെയാണോ? തീർച്ചയായും അല്ല. ജലാംശത്തിന്റെ അളവ് അന്തരീക്ഷത്തിൽ എല്ലാ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ എല്ലാ സമയങ്ങളിലും ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അന്തരീക്ഷത്തിന്റെ ജലാംശത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ, എമൗണ്ട് ഓഫ് വാട്ടറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നാണ് പറയുന്നത്? പ്രധാനമായി 2 ഘടകങ്ങളാണ് അന്തരീക്ഷത്തിന്റെ ജലാംശത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്ന്, ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുന്നു. കാരണം ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ ജലാംശം കൂടാൻ കാരണം അവിടെ ബാഷ്പീകരണം അതായത് ഇവാപറേഷൻ കൂടുതലായി നടക്കുന്നു. വെള്ളം നീരാവിയാകുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. അപ്പോൾ ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ചൂട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ബാഷ്പീകരണം കൂടുതലായി നടക്കുന്നതുകൊണ്ട് ആ അന്തരീക്ഷ ഭാഗങ്ങൾ എപ്പോഴും ജലതന്മാത്രകൾ നിറഞ്ഞിരിക്കും. രണ്ടാമതായി, സമുദ്രങ്ങൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ, മറ്റു വാട്ടർ ബോഡീസ് ഒക്കെ ഉള്ള പ്രദേശങ്ങളിൽ ജലാംശം കൂടുന്നു. കാരണം അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ട്. വെള്ളം അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ആ വെള്ളത്തിന്റെ സമീപത്ത് വെള്ളത്തിന്റെ തന്മാത്രകൾ, ജലതന്മാത്രകൾ, വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാകും. അങ്ങനെ വാട്ടേഴ്സ് ഉണ്ടാവും. ഇനി നമുക്ക് 2 ചോദ്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇനി ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചിത്രത്തിൽ എ, ബി എന്ന് പറയുന്ന 2 സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ എയിലാണോ ബിയിലാണോ അന്തരീക്ഷ ജലാംശം കൂടുതൽ ഉണ്ടായിരിക്കുക എന്നതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. കാരണം എയിലാണ് അന്തരീക്ഷ ജലാംശം കൂടുതൽ ഉണ്ടായിരിക്കുക. കാരണം അവിടെ എ എന്ന് പറയുന്ന പ്രദേശത്ത് താപനില കൂടുതലായിരിക്കും. കാരണം ഭൂമധ്യരേഖയുടെ സമീപമുള്ള പ്രദേശമായതിനാൽ താപനില കൂടുന്നു. താപനില കൂടുന്ന സമയത്ത് ബാഷ്പീകരണം കൂടുന്നു. ബാഷ്പീകരണം കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ എന്ത് സംഭവിക്കും? ജലാംശം കൂടുന്നു, അറ്റ്മോസ്ഫിയറിക് വാട്ടറിന്റെ അളവ് കൂടുന്നു. കാരണം ഈ എ എന്ന് പറയുന്ന പ്രദേശം ഭൂമധ്യരേഖ പ്രദേശമായതിനാൽ സൂര്യനിൽ നിന്നുള്ള അകലം കുറവായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ചൂട് കൂടാൻ കാരണം. ഇനി ബി എന്ന പ്രദേശം ശൈത്യമേഖലാ പ്രദേശമാണ്, മഞ്ഞ് മേഖലാ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലവും കുറവാണ്. താരതമ്യേന അവിടെ എന്താണ്? ചൂട് കുറവാണ്. ചൂട് കുറയുന്നത് കാരണം അവിടെ എന്ത് നടക്കുന്നില്ല? ബാഷ്പീകരണം നടക്കുന്നില്ല. ബാഷ്പീകരണത്തിന്റെ തോത് വളരെ കുറവാണ്. അപ്പോൾ അവിടെ എന്ത് കുറവാണ്? അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് കുറവാണ്. ഇനി മറ്റൊരു ചോദ്യമാണ്. ഇന്ത്യയിലെ 2 സ്ഥലങ്ങളാണ് കാണിക്കുന്നത്, ഡൽഹിയും തിരുവനന്തപുരം. ഇതിൽ ഏത് സ്ഥലത്തായിരിക്കും ജലാംശം കൂടുതലുണ്ടായിരിക്കുക? അറ്റ്മോസ്ഫിയറിക് വാട്ടർ ഏത് പ്രദേശത്താണ് കൂടുതലുണ്ടായിരിക്കുക? തീർച്ചയായും ഇതിന്റെ ഉത്തരം തിരുവനന്തപുരം എന്നാണ്. നമുക്കറിയാം, കാരണം തിരുവനന്തപുരത്തിന് സമീപത്താണ് വാട്ടർ ബോഡീസ് ഉള്ളത്, അതുപോലെ തന്നെ സമുദ്രങ്ങളുള്ളത്, നദികളുള്ളത്. തിരുവനന്തപുരത്തിന് സമീപത്ത് എന്തുണ്ട്? സമുദ്രമുണ്ട്, അതുപോലെ തന്നെ നദികളുണ്ട്, അതുപോലെ തന്നെ മറ്റു വാട്ടർ ബോഡീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും? ആ അന്തരീക്ഷത്തിൽ അത് തിരുവനന്തപുരത്തിനോടടുത്ത അന്തരീക്ഷത്തിൽ ജലാംശത്തിന്റെ അളവ്, അറ്റ്മോസ്ഫിയറിക് വാട്ടറിന്റെ അളവ് കൂടുന്നു. എന്നാൽ ഡൽഹിക്ക് സമീപം എന്തില്ല? സമുദ്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല? അറ്റ്മോസ്ഫിയറിക് വാട്ടറിന്റെ അളവ് തിരുവനന്തപുരത്തിന്റെ അത്ര ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. ഇനി അടുത്ത ഭാഗമാണ് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ എപ്രകാരമാണ്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം. വാതകങ്ങളെയും അഥവാ ഗ്യാസസുകളെയും അതുപോലെ തന്നെ ജലാംശത്തെയും കൂടാതെ അന്തരീക്ഷത്തിൽ അടങ്ങിയ മറ്റൊരു ഘടകമാണ് പൊടിപടലങ്ങൾ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ്
അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായും പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത് 2-3 കാര്യങ്ങളിലൂടെയാണ്. ഒന്ന്, കാറ്റ് മുഖേന, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബ്രോട്ട് ടു ദ അറ്റ്മോസ്ഫിയർ ബൈ വിൻഡ്. കാറ്റ് മുഖേന മണ്ണിലുള്ള പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്നു. രണ്ടാമതായി, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ, അഗ്നിപർവ്വതങ്ങൾ കത്തുന്ന സമയത്ത് അതിൽ നിന്ന് വോൾക്കാനോസ് ഇറപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നുള്ള പൊടിപടലങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അടുത്തതായി, ഉൽക്കകൾ കത്തുമ്പോഴുണ്ടാകുന്ന ചാരം, മെറ്റിയോസ്. ഉൽക്കകൾ എന്ന് പറയുന്നത് കത്തുമ്പോഴുണ്ടാകുന്ന ആഷ്, ആ ചാരം പൊടിപടലങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നുണ്ട്. ഇനി വേറെ ഒന്നെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്. മനുഷ്യന്റെ കോറി ഖനനം, അതുപോലെ തന്നെ കല്ല് ഖനനം, ചെങ്കല്ല്, കരിങ്കല്ല് എന്നിവയൊക്കെ ഖനനം ചെയ്യുന്ന സമയത്ത് അവിടെയും പൊടിപടലങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനി പറയാനുള്ള മറ്റൊരു കാര്യം, അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ, ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ഘനീകരണ മർമ്മം, കണ്ടൻസേഷൻ ന്യൂക്ലിയ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിന്റെ ഉത്തരം, അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ, ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസിന് കണ്ടൻസേഷൻ ന്യൂക്ലിയ, ഘനീകരണ മർമ്മം എന്ന് പറയാൻ കാരണം അത് മേഘങ്ങളുടെ രൂപീകരണത്തെ, ക്ലൗഡ് ഫോർമേഷനെ സഹായിക്കുന്നത് കൊണ്ടാണ്. ഇനി പറയാനുള്ള മറ്റൊരു ചോദ്യം, ഭൂമിയിൽ നിന്ന് ഏകദേശം 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ, ആൾട്ടിറ്റ്യൂഡ് വരെ എന്തുണ്ട്? അന്തരീക്ഷമുണ്ട്. പക്ഷേ ഈ 10,000-ഓളം കിലോമീറ്റർ അന്തരീക്ഷമുണ്ടെങ്കിലും അവിടെയുള്ള അന്തരീക്ഷ വായുവിന്റെ അളവ് ഒരുപോലെയല്ല. അതിന് ഞാൻ പറഞ്ഞു തരാം. ഈ ഭൂമിയിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡ്, ഉയരം വരെയുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് അന്തരീക്ഷ വായുവിന്റെ അളവ് ഏകദേശം കൂടുതലുള്ളത്. 97% അന്തരീക്ഷ വായുവും സ്ഥിതി ചെയ്യുന്നത് ഈ 29 കിലോമീറ്റർ ദൂരത്തിനകത്താണ്. ബാക്കിയുള്ള ദൂരം, മുകളിലേക്കുള്ള 10,000 കിലോമീറ്റർ വരെയുള്ള അകലങ്ങളിൽ അന്തരീക്ഷ വായുവിന്റെ അളവ് വളരെയധികം കുറവാണ്. അതുകൊണ്ടാണ് പർവ്വതങ്ങളുടെ മുകളിലേക്ക് പോകുന്ന പർവ്വതാരോഹകർ, അതായത് മൗണ്ടനേഴ്സ്, അവരുടെ കൂടെ ഓക്സിജൻ സിലിണ്ടർ കൂടെ കൊണ്ടുപോകാൻ കാരണം എന്താന്ന് വെച്ചാൽ 29 കിലോമീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് എന്ത് അനുഭവപ്പെടും? ശ്വസിക്കാൻ പ്രയാസം അനുഭവപ്പെടും. കാരണം അവിടെ അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ്, അന്തരീക്ഷ ഗ്യാസുകളുടെ അളവ് വളരെ കുറവാണ്. കാരണം 97% അന്തരീക്ഷ വായുവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 29 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിലാണ്. ബാക്കിയുള്ളതെല്ലാം, പ്രദേശത്തെല്ലാം വാതകങ്ങളുടെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് മൗണ്ടനേഴ്സ് ഓക്സിജൻ സിലിണ്ടർ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അന്തരീക്ഷത്തിലെ ജലാംശത്തെക്കുറിച്ചും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെക്കുറിച്ചുമാണ്. അതിനെക്കുറിച്ചുള്ള 2 വിശദമായിട്ടുള്ള ചോദ്യങ്ങളെക്കുറിച്ചും നമ്മളിന്ന് പരിചയപ്പെട്ടു. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.